കേരളത്തിന് കേന്ദ്രം അനുവദിക്കുന്ന എയിംസ് ഏത് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ ബി.ജെ.പിയിൽ ഭിന്നതയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടാണ് ബി.ജെ.പിയെ വെട്ടിലാക്കിയത്. എയിംസ് ആലപ്പുഴ തന്നെ. അത് ഞാൻ തൃശ്ശൂർ 19 വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ്. താൻ വിജയിച്ച തൃശ്ശൂരോ തന്റെ ജില്ലയായ തിരുവനന്തപുരത്തോ സുരേഷ് ഗോപിക്ക് എയിംസ് വേണ്ട, ആലപ്പുഴ കൊടുക്കണമെന്ന നിലപാടും പ്രഖ്യാപിച്ചു. ഇതോടെ ആദ്യ രംഗത്തിറങ്ങിയത് കാസർഗോഡ് ബി.ജെ.പി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആയിരുന്നു. പിന്നാലെ എയിംസ് തിരുവനന്തപുരത്തിന് തന്നെ വേണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യം ബി.ജെ.പി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ സജീവമാക്കി. തിരുവനന്തപുരത്ത് എവിടെ സ്ഥാപിക്കണമെന്ന സ്ഥലമടക്കം നിർദ്ദേശിച്ചു. കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരി, കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽത്തേരിയിലെ ഓപ്പൺ ജയിലിലെ 250-ലധികം ഏക്കർ സ്ഥലം അവിടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അതിന് കേരളത്തിൽ ഇതുപോലെ അനുയോജ്യമായ സ്ഥലം വേറെ ഇല്ല. അത് രണ്ട് സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കേരളത്തിനും പ്രയോജനം ചെയ്യും, തമിഴ്നാടിനും പ്രയോജനം ചെയ്യും. അത് തലസ്ഥാന ജില്ലയാണ്. അനന്തപുരിയിൽ തന്നെ എയിംസ് വരണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആ അഭിപ്രായത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമോ? അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം, പക്ഷെ അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപിയോട് സംസാരിച്ചാലും മനസ്സ് മാറുമോ ഇല്ലയോ എന്ന് ബി.ജെ.പി നേതാക്കൾക്ക് ഒരു ഉറപ്പുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പിക്ക് എയിംസ് വേണമെന്ന് പറയാതെ രക്ഷയില്ല. കാരണം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമാണ് പാർട്ടിയിലെ എയിംസ് ഭിന്നത ഒരുക്കി കൊടുക്കുന്നത്. എയിംസ് എവിടെ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ നിലപാടെടുക്കാനാകാതെ സംസ്ഥാന ബി.ജെ.പി നേതൃത്വം വെട്ടിലാണ്. കാരണം കാസർഗോഡ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് അവിടുത്തെ ബി.ജെ.പി പിന്നോട്ടില്ല. കാസർഗോഡ് ജില്ലക്കാരുടെ ഈ ആവശ്യം തീർത്തും 101% ശരിയാണെന്നുള്ളത് കൊറോണ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കണ്ട് അനുഭവിച്ചതാണ്, അറിഞ്ഞതാണ്. തിരുവനന്തപുരം കാസർഗോഡ് ബി.ജെ.പി നേതൃത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ആലപ്പുഴയ്ക്കായി വാദിക്കുമ്പോൾ സംസ്ഥാന ബി.ജെ.പി നേതൃത്വം എന്ത് നിലപാടെടുക്കും? സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചിട്ടില്ല ഈ വിഷയം. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് എന്ത് നിലപാടെടുക്കും? സ്വാഭാവികമായും തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം മുഖം തിരിഞ്ഞ് നിൽക്കില്ല എന്നാണ് എൻ്റെ ആഗ്രഹവും. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് പാർട്ടി നിലപാടാണോ അതോ സ്വന്തം നിലപാടോ? സ്വന്തം നിലപാടാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയ്ക്ക് എയിംസ് കിട്ടാൻ പിന്തുണ കൊടുക്കുമോ? അങ്ങനെ പിന്തുണച്ചാൽ തിരുവനന്തപുരം നഗരസഭയും തിരുവനന്തപുരത്തെ നിയമസഭാ സീറ്റുകളും വിജയിക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പി നേതൃത്വം എയിംസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം വിഴുങ്ങുമോ? വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ നിലപാടിലൂടെ ബി.ജെ.പിക്ക് വന്നിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.